കനത്ത മഴയെ തുടർന്ന് ഏനാമാവ് റെഗുലേറ്ററിന്റെ വളയം ബണ്ട് തകർന്നു. ഏകദേശം 65 മീറ്ററോളം ഇത് തള്ളിപ്പോയിട്ടുണ്ട്. ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിലും തെക്കൻ മേഖലകളിലും വടക്കൻ മേഖലകളിലും വ്യാപകമായി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി കനത്ത കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഏനാമാവ് റെഗുലേറ്ററിൽ കൂടി വളയം ബണ്ട് പൊട്ടിയതിനാലും ഷട്ടറുകൾ തുറന്നതിനാലും വെള്ളം കടലിലേക്ക് അതിശക്തമായി ഒഴുകിപ്പോകുന്നുണ്ട്. വർഷം തോറും ലക്ഷങ്ങൾ ചെലവഴിച്ച് വളയം ബണ്ട് നിർമ്മിക്കുന്ന സമ്പ്രദായം മാറ്റി ശാശ്വത പരിഹാരത്തിന് ഏനാമാവ് റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതിന് അറുതി വരുത്തണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി സുരേഷ് കുമാർ, മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ എന്നിവർ ആവശ്യപ്പെട്ടു. ഇടിയഞ്ചിറ അതുപോലെ തന്നെ ഏനാമാക്കൽ മുനയം താൽക്കാലിക ബണ്ടുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഏനാമാക്കൽ അടക്കം സ്ഥിരമായ റെഗുലേറ്റർ സംവിധാനം ആവശ്യമാണ്. അനാവശ്യ തർക്കങ്ങൾ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരെ ചില ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹർജി നൽകിയിരിക്കുകയാണ്. ആ ഹർജിയെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി താൽക്കാലികമായ കൊടുത്ത സ്റ്റേ അടക്കം എല്ലാം തള്ളിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥിരമായ ഏനാമാക്കൽ വലിയൊരു സംവിധാനത്തിൽ സ്ഥിരമായി നമുക്ക് റെഗുലേറ്റർ നിർമ്മാണം വളരെ അത്യാവശ്യമാണ്. അത് നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കനത്ത മഴയെ സംബന്ധിച്ച് 2 ദിവസത്തെ കനത്ത മഴയെ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏനാമാവ് റെഗുലേറ്ററിൻ്റെ മുമ്പിൽ വളയം ബണ്ട് നിർമ്മിക്കാറുണ്ട്. ഇത്തവണ 37 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി ഇത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കനത്ത കൃഷിനാശം സംഭവിച്ചതിന് ശേഷം വെള്ളം കോൾപ്പടവിൽ നിന്ന് ഒഴുകി വന്ന് വളയം ബണ്ടിൻ്റെ പൂർണ്ണമായും വളയം ബണ്ടിൻ്റെ 1/4 ഭാഗത്തോളം ഒലിച്ചു പോയിരിക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സർക്കാരിനും പൊതുഖജനാവിനും ഇപ്രാവശ്യം 2 പ്രാവശ്യം വളയം ബണ്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം നഷ്ടമാവുകയാണ്. വർഷം തോറും ഇത്തരത്തിൽ വളയം ബണ്ട് നിർമ്മിക്കുന്നതിന് ഒരു അറുതി വരുത്തി ഏനാമാവ് റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ ബലപ്പെടുത്തി ആധുനികവൽക്കരിക്കുന്ന രീതിയിലുള്ള ഷട്ടർ നവീകരിച്ച് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് എല്ലാ വർഷവും വളയം ബണ്ട് നിർമ്മിക്കുന്നതിന് ഒരു അറുതി വരുത്താൻ സ്ഥല MLAയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജില്ലയിലെ 2ാമത്തെ റവന്യൂ മന്ത്രി ശ്രീ K. രാജൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഏനാമാവ് റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയുള്ള ഏനാമാവ് റെഗുലേറ്റർ ഉടൻ നവീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.